ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം കഴിഞ്ഞ ദിവസം നമുക്ക് നമ്മുടെ 2026 എക്സാം കലണ്ടർ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഡിസംബർ 31 വരെ വന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും 2026 ഏത് മാസങ്ങളിലായിരിക്കും പ്രോബബിലിറ്റി ഓഫ് എക്സാമിനേഷൻ എന്ന രീതിയിലാണ് നമ്മുടെ PSC എക്സാം കലണ്ടർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എല്ലാ വർഷവും ഇത് പബ്ലിഷ് ചെയ്യാറുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് 2026 എക്സാം ഡേറ്റ്സ് അല്ല, എക്സാം ടെൻറ്റേറ്റീവ് എക്സാം മന്ത്സും PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു എക്സാം മന്തുകളൊന്ന് പരിശോധിക്കാം. സോ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സിവിൽ എഞ്ചിനീയേഴ്സിനാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുള്ള എക്സാംസിന്റെ പ്രോബബിലിറ്റി മന്ത് നമുക്കൊന്ന് നോക്കാം. അതായത് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഓൾറെഡി ജാനുവരി ടു മാർച്ച് ഉള്ളതെല്ലാം ഓൾറെഡി അപ്ലൈ ചെയ്തതായിരിക്കും നിങ്ങൾ. എന്നിരുന്നാലും അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. AE/PCB ജനുവരി 19 ആണ്. ആൻഡ് AE/PWD ഫെബ്രുവരി 4, AE/KSHB അതായത് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് ഫെബ്രുവരി 4 ആണ്. ഇത് രണ്ടും കോമൺ എക്സാം ആയിട്ടായിരിക്കും നടക്കുന്നത്. ഓൾറെഡി നിങ്ങൾ അപ്ലൈ ചെയ്തവരായിരിക്കും, നിങ്ങളുടെ എക്സാം ഡേറ്റും അറിയാവുന്നവരായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇപ്പം അപ്ലൈ ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ അല്ലെങ്കിൽ 31-ാം തീയതി വന്ന നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുള്ള പോസ്റ്റുകളുടെ ടെൻറ്റേറ്റീവ് എക്സാം മന്തുകളാണ് പറയുന്നത്. ഇനി നമുക്ക് അതിനകത്ത് ജൂണിനും ഓഗസ്റ്റിനും ഇടയിൽ നടക്കാൻ സാധ്യതയുള്ള എക്സാംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡ്രാഫ്റ്റ്മാൻ നമ്മൾ ഒരെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ്. അതിനകത്ത് നമുക്ക് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അവർക്ക് എക്സാം വരുന്നത് ജൂണിനും ഓഗസ്റ്റിനും ഇടയിലായിരിക്കും. ഗ്രേഡ് 1 3 എക്സാംസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്കത് കമ്പൈൻഡ് എക്സാം ആയിട്ട് തന്നെ പ്രതീക്ഷിക്കാം. ഹാർബർ എഞ്ചിനീയറിംഗ്, KTDC ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ KTDC, അതുപോലെ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് KSHB, ഈ 3 ഡിപ്പാർട്ട്മെന്റുകളിലെ ഗ്രേഡ് 1 തസ്തികകളിലേക്കുള്ള എക്സാം ആണ് ജൂണിനും ഓഗസ്റ്റിനും ഇടയ്ക്ക് നടക്കുന്നത്. ഈ ഡ്രാഫ്റ്റ്സ്മാൻ ഓയിൽ പാം ഇന്ത്യയും ശരിക്കും പറഞ്ഞാൽ ഡിപ്ലോമ തന്നെയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 4 എക്സാമും ഒരൊറ്റ എക്സാം ആയിട്ട് നടക്കാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. സോ ജൂണിനും ഓഗസ്റ്റിനും ഇടയിലായിരിക്കും ഈ ഒരു എക്സാം നടക്കുന്നത്. സോ ഡിപ്ലോമ ആണ് ഇതിന്റെ ഒരു യോഗ്യത. എയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമുക്കറിയാം ഫസ്റ്റ് ഗ്രേഡിന് സെപ്പറേറ്റ് ഒരു പ്രിപ്പറേഷൻ ആവശ്യമില്ല. അവർക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്, എയ്ക്ക് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അടുത്ത നമുക്ക് ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയ്ക്ക് നടക്കാൻ പോകുന്ന എക്സാംസ് എന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ ആണ്. ഇറിഗേഷൻ ഡയറക്ട് റിക്രൂട്ട്മെന്റും ബൈ ട്രാൻസ്ഫറും കോമൺ ഒരേ എക്സാം തന്നെയായിരിക്കും. അത് ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയ്ക്കായിരിക്കും. അതുപോലെ AE/PWD ബൈ ട്രാൻസ്ഫറും നമുക്ക് ഇതിന്റെ കൂടെ തന്നെ കോമൺ എക്സാം ആയിട്ട് പ്രതീക്ഷിക്കാം. പിന്നീട് നമുക്കുള്ളത് വാട്ടർ അതോറിറ്റി ഗ്രേഡ് 2 ഓവർസിയർ ആണ്. ഇതിന് LSCD ഗ്രേഡ് 3 സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു എക്സാം ആണ് LSCD ഗ്രേഡ് 3 എന്ന് പറയുന്നത്. ഇത് നമുക്ക് ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയിൽ നടക്കാനാണ് PSC കലണ്ടറിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഗ്രേഡ് 2 യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള, യൂണിവേഴ്സിറ്റികളിലെ ഓവർസിയർ ഗ്രേഡ് 2 തസ്തികകളിലേക്കുള്ള എക്സാമും ജൂലൈക്ക് സെപ്റ്റംബറിനും ഇടയ്ക്കാണ്. അപ്പൊ ഇതിൽ ഗ്രേഡ് 2 ഗ്രേഡ് 3 എല്ലാം ITI ലെവലിലെ പരീക്ഷ ആയതുകൊണ്ട് അതും കോമൺ എക്സാം ആയിട്ട് നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ അടുത്തത് ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയിൽ നടക്കാൻ ചാൻസസ് ഉള്ള എക്സാം എന്ന് പറഞ്ഞാൽ AE സോയിൽ സർവേ ആണ്. അതുപോലെ ട്രേസർ സോയിൽ സർവേയും ട്രേസർ LSDയും. ഈ 3 എക്സാംസ് ആണ് ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയിലുള്ള എക്സാംസ് എന്ന് പറയാം. ഇനി സെപ്റ്റംബറിനും നവംബറിനും ഇടയിൽ വരുന്ന AE കേരള വാട്ടർ അതോറിറ്റിയും അതുപോലെ ട്രേഡ്സ്മാൻ മേസണറിയാണ്. അപ്പൊ നോക്കിക്കേ, സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് 2026 ജനുവരി തുടങ്ങി നവംബർ വരെ, അതായത് വർഷം ഫുള്ള് എക്സാംസിനുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു 2026 എന്ന് പറയുന്ന വർഷം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർക്കാർ ജോലി എന്ന സ്വപ്നം നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നൊരു ഇൻഡിക്കേഷൻ ആണ്. ഒരുവിധം എല്ലാ മാസവും നമുക്ക് എക്സാംസ് വരുന്നുണ്ട്. അപ്പൊ നവംബർ മാസം വരെ ഉള്ള ഒരു എക്സാംസിന്റെ ഷെഡ്യൂൾ ആണ് സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളുടെ പറഞ്ഞത്. ഇനി നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ സിവിൽ എഞ്ചിനീയേഴ്സിന് മാത്രമല്ല മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനും അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ പോസ്റ്റുകളിലേക്കും ഒക്കെ തസ്തിക ഉണ്ടായിരുന്നു. സോ അതിന്റെ എക്സാംസ് കൂടി നമുക്ക് നോക്കാവുന്ന. അതിൽ KWA ഓപ്പറേറ്റർ ആണ് ഒരുപാട് പേരും കാത്തിരുന്ന ഒരു തസ്തിക. അത് കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിലെ KWA ഓപ്പറേറ്റർ എന്ന് പറയുന്ന തസ്തിക ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയിലായിരിക്കും ടെൻറ്റേറ്റീവ് എക്സാം പീരീഡ് എന്ന് പറയുന്നത്. ലൈൻമാൻ തസ്തിക ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രിക്കൽ കാറ്റഗറി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണ്. അതിൽ ജൂൺ ടു ഓഗസ്റ്റ് ആണ് വരെ. ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റ് നമുക്ക് ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അതും നമുക്ക് എന്താ വരിക ജൂൺ ടു ഓഗസ്റ്റിന് അടയ്ക്കണം. അപ്പൊ ഇത് രണ്ടും ചിലപ്പോൾ കോമൺ എക്സാം ആയിരിക്കാം. then ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി BTech കഴിഞ്ഞ ആൾക്കാർക്കും അതുപോലെ ഫിസിക്സ് മെയിൻ ആയിട്ട് ഡിഗ്രി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റ് ആണ്. BTech എല്ലാ ബ്രാഞ്ചുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിന്റെ എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയ്ക്കാണ്. ദെൻ സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ നമുക്ക് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയ്ക്കാണ് എക്സാം ഡേറ്റ് വരിക. ദെൻ AE മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വന്നിട്ടുണ്ട്. AE മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയ്ക്കാണ്. അതുപോലെ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വന്നിട്ടുള്ളത് ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയ്ക്കാണ്.
സോ ഇതാണ് നമ്മുടെ ഡിഫറെന്റ് ബ്രാഞ്ചസിന്റെ ടെൻഡേറ്റീവ് എക്സാം പീരീഡ് 2026. അപ്പൊ നിങ്ങളുടെ ഒരു യോഗ്യത അനുസരിച്ച് നിങ്ങൾ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റിന് മുന്നേ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, ഏതാണ് ടെൻഡേറ്റീവ് എക്സാം മന്ത് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രോപ്പർലി സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് 2026 സർക്കാർ ജോലി എന്ന സ്വപ്നം നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും, അതായത് നിങ്ങൾ PSC യുടെ നിങ്ങളുടെ ഒരു പ്രൊഫൈലിനകത്ത് വരും ദിവസങ്ങളിൽ ഉടൻ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻസ് 31 വന്ന നോട്ടിഫിക്കേഷൻസ് ആക്റ്റീവായി കാണാൻ സാധിക്കും. സോ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ അപ്ലൈ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. എക്സാമിന്റെ ഏകദേശം ടെൻഡേറ്റീവ് മന്ത് അറിയാത്തത് കൊണ്ട് അതനുസരിച്ച് പ്രോപ്പർ സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചു തുടങ്ങുക. ഓൾ ദി ബെസ്റ്റ്.